അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ ഹോസ്പിറ്റലിലെ ഐസിയുവിലേക്ക് നഴ്സ് ബുഷിയെ കൊണ്ടുപോവുകയാണ്. എന്നാൽ ബുഷിക്ക് കാര്യമായിട്ട് പരുക്കുകളൊന്നും ഇല്ല. എങ്കിലും പല രീതിയിലുള്ള മെഡിസിൻസ് കുത്തിവെച്ചിട്ട് അവളെ ആകെ അവശയാക്കി മാറ്റിയിരിക്കുന്നു. അവൾക്കൊരിക്കലും എഴുന്നേറ്റ് പോകുവാൻ പറ്റാത്ത രീതിയിൽ സിനാൻ അവളെ ആക്കിയിരിക്കുന്നു. കാരണം അവൻ്റെ ലക്ഷ്യം അവളാണ്. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തൻ്റെ ഉദ്ദേശ്യങ്ങളൊന്നും നടക്കില്ല എന്നതാണ് സിനാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഉമ്മയും സിനാനും ചായ കുടിക്കുവാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ നിമിഷം ബുഷി അൻഷിഫിൻ്റെ അരികിലെത്തുന്നു. എന്നാൽ അവൾ ആ ദയനീയമായ കാഴ്ച കണ്ട് ഞെട്ടി. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വളരെയധികം അത്യാസന്നമായ നിലയിൽ കിടക്കുന്ന പോലെ കിടക്കുകയാണ്. അദ്ദേഹം കണ്ണുകളടച്ച് കിടക്കുന്നു. അവൾക്ക് ആ അവസ്ഥ കണ്ടപ്പോൾ അല്പം ഭയം തോന്നിയെങ്കിലും അതിലേറെ സങ്കടം തോന്നി. കാരണം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എനിക്കറിയുന്നില്ല. ഇക്ക ഇക്ക അവൾ പതുക്കെ വിളിച്ചു. ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പതുക്കെ ഒന്ന് തുറക്കുവാൻ ശ്രമിക്കുന്ന പോലെ. ഇക്ക, ബുഷിയാണ്. ബുഷി, എൻ്റെ ബുഷി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പതുക്കെ കണ്ണു തുറക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ സംസാരം വ്യക്തമല്ല. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു മെഡിസിൻ അവൾ ശ്രദ്ധിച്ചു. ശരിക്കും അവൾ അത്ഭുതപ്പെട്ടു പോയി. പഠിച്ചോനെ, ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത്? ഇതെന്ത് മെഡിസിൻസാണ് അദ്ദേഹത്തിന് നൽകുന്നത്? ഓർമ്മശക്തി നഷ്ടപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസാണോ? അവൾക്ക് അല്പം ഭയം തോന്നി. ഒരു നിമിഷം അവൾ വിളിച്ചു, ഇക്ക ഇക്ക. എന്തൊക്കെ തന്നെയാലും നഴ്സല്ലേ, നഴ്സിന് അത്ര പിടുത്തുണ്ടാവില്ലല്ലോ. പക്ഷെ ഡോക്ടർക്ക് എല്ലാം അറിയാമല്ലോ. ഇക്ക ഇക്ക, ഇങ്ങൊന്ന് നോക്കിക്കേ, ഒന്ന് നോക്കിക്കേ, ബുഷിയാണ് വിളിക്കുന്നത്. ആ, എന്താ എന്താ എൻ്റെ ബുഷി, നീ എവിടെ? ഇങ്ങ് നോക്കിക്കേ. ഈ മെഡിസിൻസ് എന്ത് മെഡിസിൻസാണെന്ന് ഇക്കറിയോ? ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ നേരെ ആ ഒരു മെഡിസിൻസ് കൊടുത്തു. അയാൾ പതുക്കെ കണ്ണു തുറന്നു. ഒരു നിമിഷം അയാൾക്ക് മനസ്സില്ല. ബുഷി, ആ മെഡിസിൻ എടുത്ത് മാറ്റിവെക്ക്. എനിക്കൊരിക്കൽ പോലും ജീവിതത്തിലേക്ക് വരാൻ കഴിയില്ല അത് കുടിച്ചാൽ. ബുഷി, സിനാൻ നീ. എന്നാൽ അദ്ദേഹം വീണ്ടും മയക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. ബുഷിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. തൻ്റെ ഭർത്താവിന് അത്യാസന്ന നിലയിലെന്ന് പറഞ്ഞ് കിടത്തിയിരിക്കുന്നു. നേരെ തിരിച്ചും അങ്ങനെയായിരിക്കും. ഞാൻ അത്രക്കും സുഖമില്ലാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ടായിരിക്കും അദ്ദേഹത്തെയും കിടത്തിയിരിക്കുന്നത്. റബ്ബേ. എന്നാൽ അൻഷിഫ് വീണ്ടും മയക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. ഒരു നിമിഷം അവൾക്ക് തോന്നി, ഈ മെഡിസിൻസ് എടുത്തങ്ങ് വലിച്ചെറിഞ്ഞാലോന്ന്. കാരണം ഇനിയും ഇതിനേക്കാൾ വലിയൊരു അപകടമുണ്ടായിത്തീരും. എന്നാൽ പെട്ടെന്ന് തന്നെ ആ മെഡിസിൻ അവളെടുത്ത് നേരെ അവൾ ബാത്റൂമിലേക്ക് പോയി. ആ ക്ലോസറ്റിൽ അതങ്ങൊഴിച്ചു. ആ കുപ്പിയെടുത്ത് അവൾ വേസ്റ്റിലേക്ക് ഇട്ടു. വെള്ളം നന്നായി ഫ്ലഷ് ചെയ്തു. അവളെക്കൊണ്ട് കഴിയുന്നില്ല, എങ്ങനെയൊക്കെ. അപ്പോഴേക്കും സിസ്റ്റർ വന്നു. ബുഷ്ര, എവിടെ നിങ്ങളെ? അവിടെ എന്ത് ബാത്റൂമിൽ പോയതാണ്? ഓ, ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒറ്റയ്ക്ക് വിടാൻ സാറ് സമ്മതിക്കില്ല. സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കാരൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സാറ് പറഞ്ഞിട്ടുണ്ട് വേറെ ഡോക്ടേഴ്സിനൊന്നും നിങ്ങളുടെ കാര്യം കൊടുക്കരുതെന്ന്. അതായത് സാറിൻ്റെ കെയർ ഓഫിലാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ. സാറിന് നിരീക്ഷണത്തിലാണ്. പിന്നെ വേറെ സാറന്മാർ വന്ന് എന്തെങ്കിലും നിരീക്ഷണത്തിൽ വേറെ എന്തെങ്കിലും മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്കാർ താറുമാറാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബുഷ്ര, ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്നാൽ പ്രിയപ്പെട്ട അൻഷിഫ് കിടക്കുന്ന ആ കിടത്തം കണ്ടിട്ട് അവൾ ദയനീയമായി ഒന്ന് നോക്കി. ഹൃദയം പൊട്ടിപ്പോയി. എൻ്റെ ഭർത്താവിന് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു സിനാൻ്റെ ചതികളെന്ന് മനസ്സിലായി. എന്നാൽ അധികം വൈകാതെ തന്നെ ബുഷിയുടെ റൂമിലേക്ക് സിസ്റ്റർ അവളെ ആക്കി കൊടുക്കുന്നു. എന്തെന്നറിയില്ല, ശരീരത്തിനും മനസ്സിനും ഏറ്റ മുറിവുകൾ നന്നായിട്ടുണ്ട്. പക്ഷേ എന്തെന്നറിയില്ല, ഈ ഹോസ്പിറ്റൽ വിട്ടു പോകുവാൻ ഇന്നെന്തായാലും ചോദിച്ചു നോക്കണം. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിട്ടു പോകുവാനും
കഴിയുന്നില്ല. എന്നാൽ അവൾ അവളുടെ ബെഡിൽ കിടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ചിരിയും കളിയും അവൾ കേട്ടു. അതെ, തൻ്റെ ഉമ്മയും സിനാനുമാണ് വരുന്നത്. അവൾ ഒന്നും അറിയാതെ കണ്ണടച്ച് കിടന്നു. അതെ അതെ ഞാൻ ഉമ്മയോട് കൂടുതലായിട്ട് ഇങ്ങനെ ഇഷ്ടത്തോടെ പെരുമാറുന്നത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ. കാരണം നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വമാണ് എന്നെ ഇത്രമാത്രം എന്നിലേക്ക് ആകർഷിച്ചത്. പിന്നെ മാത്രമല്ല, എനിക്ക് ഇത്രയ്ക്കും സ്വഭാവമുള്ള ഒരു സ്ത്രീയെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഉമ്മയുടെ സ്ഥാനത്തുള്ള അതെൻ്റെ കൂടെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കേട്ടോ. വേറൊന്നും നിങ്ങൾ കരുതരുട്ടോ. മോനെ, നീ എന്തൊക്കെയാടേ പറയുന്നത്? അതിനിപ്പോൾ എന്താ? എനിക്കും തന്നെ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയതാണ്. അതിനുശേഷം എന്നോട് ഇത്രയധികം എൻ്റെ അജ്മലിന് പെരുമാറാൻ സമയമില്ല. എൻ്റെ അജ്മൽ എപ്പോഴും പഠനവും വിദേശവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷം അത് വീണ്ടെടുക്കാൻ ഇപ്പോൾ മോനാണ് കഴിഞ്ഞത്. അതിനെന്താ ഉമ്മ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട മോനെ. പിന്നെ നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ള ടെൻഷനാണ് ഇപ്പോൾ ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞില്ല ഒന്നും കൊണ്ട് വിഷമിക്കണ്ട എന്നുള്ളത്. എന്നാൽ അതെല്ലാം അതാ ബുഷി കേൾക്കുന്നു. അവൾ കണ്ണുകൾ അടച്ചു കിട്ടുന്നു. മോളെ ബുഷി, ഉമ്മ വിളിച്ചു. അവൾ പതുക്കെ ഒന്ന് മൂളി. മോളെ ബുഷി, ഉമ്മ. മോൾക്ക് ഭക്ഷണം വേണ്ടേ? വേണ്ട. പിന്നെന്താ വേണ്ടത്? മെഡിസിൻസ് ഒരുപാട് കഴിക്കാനുള്ളതാണ്. പെട്ടെന്ന് ഡോക്ടർ സിനാൻ, അതെ ഒരു മെഡിസിൻ ഉണ്ട് എടുത്തത്, അത് കൊടുക്കാനുള്ളതാണ്. അപ്പോഴേക്കും ഫുഡ് കഴിക്കണം, അല്ലാഞ്ഞാലേ പറ്റ തളർന്നു പോവും. എന്നാൽ ഒരു നിമിഷം ബുഷി പറഞ്ഞു, ഇനി എനിക്ക് മെഡിസിൻസ് വേണ്ട. എനിക്ക് മെഡിസിൻസ് കഴിച്ചിട്ട് എനിക്ക് ആകെപ്പാട് ടയേർഡാകുകയാണ് ഞാൻ. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി എൻ്റെ ശരീരത്തിലേക്ക് മെഡിസിൻസ് കയറ്റണ്ട. ശരിക്കും ബുഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ സിനാൻ പറഞ്ഞു, ബുഷി, നിൻ്റെ ജീവനാണ്, എൻ്റെ ജീവനല്ല. നിനക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത്. ഒരിക്കലും എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. മോനെ, അങ്ങനെ പറയല്ലേ. അവൾ ബുദ്ധിയില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നീ ഒന്നും വിചാരിക്കല്ലേ മോനെ. മോനെ സാരില്ല, ഞാൻ അവൾക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം കൊടുത്തോളാം. ഉമ്മ, എനിക്ക് മതി, ഹോസ്പിറ്റലിൽ നമുക്ക് പോവുക. എന്താ മോളെ നീ പറയുന്നത്? അത് ഉമ്മ, എന്നെക്കൊണ്ട് കഴിയൂല. എന്താ നീ എന്തീ പറയുന്നത്? നിൻ്റെ ഭർത്താവ് എന്ന പേരുള്ള കഴിവ് കെട്ടവൻ അവിടെ കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവൻ്റെ കാര്യത്തിലോ? അതെ, അൻഷിഫ് ഖാനെയും കൂട്ടി വീട്ടിലേക്ക് പോവുക. നിനക്കെന്തടി വട്ടുണ്ടോ? അവൻ കിടക്കുന്ന രൂപം കണ്ടിക്കണേ, അവന് കണ്ണ് തുറന്ന് നോക്കുവാനോ വായ കൊണ്ട് സംസാരിക്കുവാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്നിട്ടല്ലേ ഞാൻ അവനോട് കണക്കിന് നല്ലോണം പറഞ്ഞേക്കണ്. അതായത് എൻ്റെ മോളെ ചതിച്ചതാണ് നീ, അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞേക്കണ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഉമ്മ, അതെ അവൻ ശരിക്കും ചതിയനാണ്. ചതിക്കാൻ പാടില്ല, ഒരു പെൺകുട്ടിയെയും ചതിക്കാൻ പാടില്ല. ബുഷി അതിൽ പെട്ടുപോയതാണ്. ഒരിക്കൽ പോലും ചതിക്കാൻ പാടില്ല. എന്നാൽ ഈ സമയം അതാ പതുക്കെ കണ്ണുകൾ തുറക്കുന്നു. അവിടെ അൻഷിഫ്, അവൻ്റെ ഓർമ്മകൾ പതുക്കെ പതുക്കെ തിരിച്ചു കിട്ടുന്നു. അതെ, അബോധാവസ്ഥയിൽ നിന്ന് അവൻ പതുക്കെ മാറുന്നു. ഒരു നിമിഷം അതാ ബുഷി അവൻ്റെ കണ്ണുകളിൽ കാണിച്ചു കൊടുത്ത ആ മെഡിസിൻ, അതെ ഇപ്പോൾ എനിക്ക് തരും, ഉറപ്പാണ്. കാരണം അതിനു മുമ്പേയുള്ള ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു നിമിഷം അതാ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നായിപ്പോയി. അദ്ദേഹം പതുക്കെ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ആക്സിഡൻറ്റ് പറ്റി തളർന്ന് കിടക്കുകയാണ്, ഒന്നിനും കഴിയുന്നില്ല. പക്ഷേ ചില ഡോസ് എന്നെ കൂടുതൽ എന്നെ ഉറക്കത്തിലേക്ക് നയിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയുന്നില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അൻഷിഫ് കിടക്കുന്ന റൂമിലേക്ക് അതാ സിനാൻ എത്തി. സിനാൻ തട്ടി വിളിച്ചു, അൻഷിഫ്. എന്നാൽ അവൻ ബോധം മറഞ്ഞവനെ പോലെ തന്നെ അഭിനയിച്ചു. അൻഷിഫ്, നല്ല ഡോസുള്ളത് തന്നെയാണ് ഞാൻ നേരത്തെ കൊടുത്തു പോയത്. അതേതിൽ ഓക്കെ ആയിട്ടുണ്ട്. ഇവിടുത്തെ മെഡിസിൻ്റെ കുപ്പിയുടെ ഒരു നിമിഷം അവൻ അവിടെയാകെ തിരഞ്ഞു. ഇവിടുത്തെ മെഡിസിൻസ് എൻ്റെ കുപ്പി എവിടെ? എവിടെ പോയത്? എത്ര വിലപിടിപ്പുള്ളതായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഞാൻ അല്പം മാത്രം എടുത്തിട്ടുള്ളൂ. ഒരു ഡോസ്, അതിൽ 4-5 ഡോസിനുള്ളുണ്ടായിരുന്നു. എന്നാലിപ്പോൾ അതവിടെ. അവൻ ചുറ്റുഭാഗത്തുമായി നോക്കി. ഇല്ല, അത് കാണുന്നില്ല. അത് ഇനിയിപ്പോൾ അങ്ങനെ ഒരു മെഡിസിൻസ് ആദ്യം ദൂരെ നിന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടായിട്ട് വരുത്തിച്ചതാണ്. വല്ലാത്തൊരവസ്ഥ. തൽക്കാലം അവിടെ കിടക്കട്ടെ. നല്ല ഡോസാണ് ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ളത്. അവൻ ഒരു നിമിഷം അവിടെയാകെ പതറി. ഇല്ല, അത് എവിടെ? ഞാൻ ഫാർമസിയിലെങ്ങാനും വെച്ചോ? എനിക്കറിയുന്നില്ല. അതോ ഞാൻ കൊണ്ടുപോയപ്പോൾ മറന്ന് ബാഗിലെങ്ങാനും ഇട്ടോ?
ശരിക്കും സിനാന് ആകപ്പാടെ തിരയുകയാണ് ചെയ്യുന്നത്. ഒന്നും കാണുന്നില്ല. എന്നാൽ ഈ സമയം അതാ അൻഷിഫ് ശരിക്കും സ്വബോധത്തിലേക്ക് വന്നിരുന്നു. അതെ, തൻ്റെ ബുഷിയെ തട്ടിയെടുക്കും എന്നുള്ള കാര്യം അവൻക്ക് ഏറെക്കുറെ അറിഞ്ഞു. കാരണം ഇവനെ ഞാൻ അത്യധികം വിശ്വസിച്ചതായിരുന്നു. പക്ഷേ ഇവൻ ചതിയനാണ്. അറിഞ്ഞില്ല ഞാൻ ഈ ചതി. പാവൻ്റെ ബുഷിയെ ഒരു നിമിഷം അദ്ദേഹത്തിന് തോന്നി, ഇല്ല, ആ മെഡിസിൻസ് അയാൾ തിരയുന്നുണ്ട്. എൻ്റെ ബുഷി അത് മാറ്റിയിരിക്കുന്നു. അതവർക്ക് ഏറെക്കുറെ പിടികിട്ടി. ബുഷി അത് മാറ്റിമറിച്ചു. ശരിയാണ്, അയാളത് പരക്കെ നടന്ന് തിരയുന്നുണ്ട്. എന്നാൽ അതിന് പകരമായിട്ട് മറ്റൊരു ഡോസ് മരുന്നുമായി അദ്ദേഹം അതാ അപ്പോൾ തന്നെ റൂമിലെത്തി. എന്നാൽ ആ മെഡിസിൻ കണ്ടപ്പോൾ ശരിക്കും അൻഷിഫ് ഞെട്ടിപ്പോയി. അതെ, വീണ്ടും അതുപോലുള്ള, എന്നാൽ അത്ര തന്നെ ഡോസ് ഇല്ലാത്ത സാധാരണത്തെ അനസ്തേഷ്യക്ക് കൊടുക്കുന്ന രീതിയിലുള്ളൊരു മെഡിസിനാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇതെന്ത് ചെയ്യും എനിക്കറിയുന്നില്ല. ഇതെൻ്റെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റിയാൽ അത് ഒരു ദിവസം മുഴുവനും ഞാൻ ഉറങ്ങും. ഗാഢമായ നിദ്രയായിരിക്കും. എനിക്കൊന്നും പറയുവാനും ചെയ്യുവാനും പറ്റാത്ത അവസ്ഥ. ഒരു നിമിഷം അവൻ എന്ത് ചെയ്യണം എന്നായിപ്പോയി. എന്നാൽ അറിയാത്ത രീതിയിൽ അതാ ഡോക്ടർ വന്ന് വിളിച്ചു, അൻഷിഫ്. അറിയാത്ത രീതിയിൽ തന്നെ അവൻ കിടന്നു. കാരണം ഒരു പക്ഷേ ഈ ഡോസ് കഴിഞ്ഞു എന്നറിഞ്ഞാൽ ആ നിമിഷം അവനത് കയറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ആ മെഡിസിൻസ് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്നെ കൊണ്ടൊന്നിനും കഴിയാത്ത അവസ്ഥയാണ്. ഇവിടെ നിന്ന് എഴുന്നേറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഒരു നിമിഷം അവൻ ഓർത്തു, ബുഷിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന്, ബുഷി ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് അവൻ ഓർത്തു. എന്നാൽ ഈ സമയം അതാ പതിവ് പോലെ തന്നെ അവർ രണ്ടുപേരും വൈകുന്നേരത്തെ ചായയ്ക്ക് വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. ബുഷിയും അത് കാത്തു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അവർ പുറത്തു പോയാണ് കഴിക്കുന്നത്. പാവം എൻ്റെ ഉമ്മ ഒന്നും അറിയുന്നില്ല. എൻ്റെ ഉപ്പയുടെ കരുതലും സ്നേഹവുമൊക്കെ കിട്ടുമ്പോൾ എൻ്റെ ഉമ്മാക്ക് ശരിക്കും ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഒരു മകനെ തന്നെ സംരക്ഷിക്കാൻ ഒരാളെ കിട്ടിയ പോലെയാണ് ഉമ്മാക്ക് തോന്നുന്നത്. ഉമ്മാക്ക് മറ്റ് ചിന്തകൾ ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ എന്തെന്നറിയില്ല, ഉമ്മയുടെ മനസ്സിൽ അതെ സിനാൻ വലിയൊരു സഹായിയായി മാറിയിരിക്കുന്നു. എന്നാൽ വൈകുന്നേരം ഉമ്മയോട് ചോദിക്കുന്നത് ബുഷി കേട്ടു. ഉമ്മ ചായ കുടിക്കാൻ പോയല്ലോ, മോനെ എങ്ങോട്ട് കൊണ്ടുവന്നാലും മതി. അല്ലമ്മ, പുറത്ത് പോയി കഴിക്കാം, അവിടെ ആകുമ്പോൾ പ്രത്യേക ഒരു വൈബായിരിക്കും അത്. അങ്ങനെ അതാ ബുഷിയുടെ ഉമ്മയെയും കൂട്ടി സിനാന് ആ സമയവും ചായ കുടിക്കാൻ പോകുന്നു. അവൻ്റെ മനസ്സിൽ അതെ എങ്ങനെയെങ്കിലും ബുഷിയെ സ്വന്തമാക്കണം, കൂടെ അവളുടെ ഉമ്മയെയും. എന്നാൽ അതാ അൻഷിഫ് എന്നും ആ കിടപ്പിലങ്ങനെ നിരകിച്ച് കിടക്കണം. ഒരിക്കൽ പോലും അവൻ എഴുന്നേൽക്കാൻ പറ്റരുത്. ആ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ഞാടി ഞരമ്പുകളൊക്കെ വളരെയധികം തളർന്നു പോകും എന്നുള്ളത് നന്നായിട്ടറിയാം. എന്നാൽ ആ ഒരു മെഡിസിൻസാണ് തനിക്ക് ലഭിക്കുന്നതെന്നറിഞ്ഞ ഡോക്ടർ അൻഷിഫ് അദ്ദേഹത്തിന് ഇതാരോടെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നുകയാണ്. പക്ഷേ അവിടേക്ക് ആർക്കും പ്രവേശനമില്ല. പ്രവേശനം എന്ന് വെച്ചാൽ അവരുടെ രണ്ടുപേരുടെയും ചാർജ് എനിക്കാണ്. അതുകൊണ്ട് ആരും അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് ഡോക്ടർ സിനാൻ പറഞ്ഞതുകൊണ്ട് തന്നെ മറ്റുള്ള ഡോക്ടേഴ്സിനൊന്നും അവിടേക്ക് കടക്കാൻ അനുമതിയില്ല. അതിലൊന്നാമത്തെ കാര്യം ഹോസ്പിറ്റലിൻ്റെ പാർട്ട്ണർഷിപ്പിൽ അദ്ദേഹവുമുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് അവിടെ ഒരു നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതിനനുസരിച്ചാണ്. പക്ഷേ എന്തു ചെയ്യാൻ, ഇത്രക്കും മോശമായ ഡോക്ടർ, അത് ചിലർക്ക് മാത്രമേ അറിയുകയുള്ളൂ. എന്തൊക്കെ തന്നെയായാലും അതാ ആ സമയത്തും അവർ ചായ കുടിക്കുവാൻ പോയി. എന്നാൽ ഇത്തവണ അതാ അവൾ പതുക്കെ എഴുന്നേൽക്കുകയായിരുന്നു. സിസ്റ്ററുടെ സഹായം അവൾ തേടിയില്ല. അവൾ പതുക്കെ എഴുന്നേറ്റു. അവിടെ നിന്ന് നേരെയതാ തൻ്റെ ഭർത്താവിൻ്റെ റൂമിലേക്ക് പോകുന്നു. അദ്ദേഹം അവിടെ നിശ്ചലനായി കിടക്കുന്ന പോലെ. എന്നാൽ ഒരു നിമിഷം ഇക്ക ഇക്ക അവൾ വിളിച്ചു. ഒരു നിമിഷം ബുഷി, ബുഷി നീ വന്നോ? അതെ, നീയാണ് എന്നെ രക്ഷിച്ചത്. ആ മെഡിസിൻസ് എന്നെ കുത്തിക്കയറ്റാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ എൻ്റെ അബോധാവസ്ഥയിലുള്ള ഈ ഒരവസ്ഥ കണ്ട് അവനിപ്രാവശ്യം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും പെട്ടെന്നാണ് അവൾ ആ ടേബിളിലെ ആ മരുന്ന് കണ്ടത്. പഠിച്ചോനെ, ഇക്ക ഇത് അനസ്തേഷ്യയും ഞരമ്പുകൾക്ക് തളർച്ചയുണ്ടാകുന്ന രീതിയിലുള്ള എന്തൊരു മെഡിസിൻസ് ആണല്ലോ ഇത്. ആ നിമിഷം തന്നെ
ബുഷിയത വീണ്ടും ആ ഒരു മെഡിസിൻസ് ഒഴിച്ചു. അതിന് പകരമായിട്ട് അതിലവൾ പച്ചവെള്ളം നിറച്ചു വെച്ചു. നല്ലോണം കഴുകിയിട്ട് പതിവ് പോലെ അതാ മേശപ്പുറത്ത് തന്നെ വെച്ചു. ഇക്ക, ഇപ്പോൾ ഒന്നും പറയാൻ നേരമില്ല. അവർ ചായ കുടിച്ച് ഇപ്പോഴും എത്തും. ഇക്ക, എൻ്റെ ഉമ്മയും അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഉമ്മാൻ്റെ വിചാരം നല്ലൊരു ഡോക്ടറാണ്, സഹായം ചെയ്യുന്ന ആളാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഇക്ക, ഞാൻ പോട്ടെ. എന്നാൽ ബുഷിയുടെ അവസ്ഥയോർത്ത് അദ്ദേഹത്തിനൊന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും കഴിയുന്നില്ല. ബുഷിയുടെ അവസ്ഥയോർത്ത് അയാൾ തേങ്ങിക്കരഞ്ഞു. റബ്ബേ, എന്ത് ചെയ്യാൻ? അവൻ ഇത്രയും വലിയ ചതിയനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഏതൊരു ഭാഗ്യത്തിനാണ് ഇങ്ങനൊരു ആക്സിഡൻ്റ് ഉണ്ടായത്. അതുകൊണ്ട് കുത്തിവെക്കൽ പരിപാടി അവിടെ നിന്നു. അല്ലെങ്കിൽ അതെ, എൻ്റെ ബുഷി, അവൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നു, അതെനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ സംസാരവും ചിരിയും പോലെ. അവർ രണ്ടുപേരും വരുന്നു. എന്നാൽ ഇത്തവണ രണ്ടുപേരും നേരെ ചെന്നത് അങ്ങോട്ടായിരുന്നു. അൻഷിഫിൻ്റെ റൂമിലേക്ക്. കിടക്കുന്ന കിടപ്പ് കണ്ടില്ല, നല്ല ഡോസുള്ള മരുന്ന് ഞാൻ കൊടുത്തിരുന്നു. ഇനി എന്തൊക്കെ തന്നെയായാലും കുറച്ച് സമയം പിടിക്കും. ഇനിയിപ്പോൾ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. ഇനി 24 മണിക്കൂറിന് ഈ ഒരു മെഡിസിൻസ് അങ്ങ് ആഡ് ചെയ്താൽ വെറും ഗ്ലൂക്കോസ് മാത്രം മതിയല്ലോ അവർക്ക്, വേറൊന്നും വേണ്ടല്ലോ. പക്ഷെ മരിച്ച പോലെ കിടക്കും, വേറൊന്നും അറിയില്ല. ഇത് കണ്ടോ ഉമ്മ, നിങ്ങൾക്കിത് അറിയോ? മോനെ, അതൊക്കെ എന്തിനാണ് കൊടുക്കുന്നത്? അല്ലേ, അതിങ്ങനെ വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓ അങ്ങനെ. അല്ലെങ്കിൽ ഓനെ കൊണ്ടൊരു ഉപകാരമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റിയാലും പ്രശ്നമൊന്നുമില്ലല്ലോ. ആ ഉമ്മ അത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അതാ അൻഷിഫിൻ്റെ കണ്ണുകൾ നിറയുന്നു. എന്നാൽ അവനത് പിടിച്ചു വെച്ചു. എന്നാൽ ഈ സമയം അപ്പോഴേക്കും അതാ ഇഞ്ചക്ഷനിൽ മരുന്ന് അയാൾ കുത്തിക്കയറ്റുന്നു. എടാ അൻഷിഫ്, അതെ, ഇനി നീ ഒരുപാട് സമയത്തിന് ഉണരില്ല. തൽക്കാലം ഞാൻ എൻ്റെ ബുഷിയുടെ അടുത്തേക്കൊന്ന് പോകട്ടെ. അതെ, എൻ്റെ ബുഷിയെ എനിക്കൊന്ന് സ്വന്തമാക്കണം. അതിനു വേണ്ടിയിട്ട് ആ നിമിഷം തന്നെ അതാ ആ ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് അയാൾ ആ മരുന്ന് കുത്തിക്കയറ്റുന്നു. 24 മണിക്കൂറിനുള്ള അനസ്തേഷ്യയായിരുന്നു അത് എന്നാണ് അയാൾ കരുതിയത്. ബുഷി റൂമിലേക്ക് വന്നതും മെഡിസിൻസ് മാറ്റിയതും ഒന്നും തന്നെ അയാൾ അറിഞ്ഞില്ല. സന്തോഷത്തോടു കൂടി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എടാ അൻഷിഫ്, പിന്നെ നിൻ്റെ പെണ്ണ് അല്ലേ, നിൻ്റെ പെണ്ണിനെ ഞാനങ്ങ് എടുക്കുകയാണ്. നീ ഇങ്ങനെ തളർച്ചയോടുകൂടെ ജീവിതകാലം മുഴുവൻ തള്ളി നീക്കുക. അതല്ല, അതിന് മുമ്പ് തന്നെ നിനക്ക് പരലോകത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ അതിനുള്ള മെഡിസിൻസും നിനക്ക് തന്നിരിക്കും. ഇനി സിനാൻ്റെ ലോകമാണത്. അത് സിനാൻ്റെ പെണ്ണാണ് ബുഷി. അതുമാത്രമല്ല, ബുഷിയുടെ ഉമ്മ എൻ്റെ കൂട്ടുകാരി കൂടിയാണ്. ഒരു വെടിക്ക് 2 പക്ഷിയാണ് എനിക്ക് കിട്ടിയത് അൻഷിഫ്. എന്നാൽ എല്ലാം അൻഷിഫ് കേട്ട് കിടക്കുകയായിരുന്നു. ഒരിക്കൽ പോലും അവൻക്ക് ഒന്നും പ്രതികരിക്കാനുള്ള കഴിവ് ഇല്ല എന്നതിലുപരി ആ സമയത്ത് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് അവൻ ആയുധം കയ്യിലെടുത്ത് തന്നെ എന്തെങ്കിലും ചെയ്യും. കാരണം ഡോക്ടറാണ്. ഒരു മനുഷ്യനെ കൊല്ലാനുള്ള മെഡിസിൻസ് എല്ലാം ഡോക്ടർമാർക്ക് അറിയാം, ജീവൻ പോകുവാനുള്ള എല്ലാം. അതുകൊണ്ട് തന്നെ ആരുമില്ലാത്ത ഈ സമയത്ത് ഞാനൊരു പക്ഷേ പ്രതികരിച്ചാൽ എനിക്ക് എഴുന്നേറ്റ് പോകുവാൻ പോലും പറ്റാത്ത സിറ്റുവേഷനാണ്. ഈ ഒരവസ്ഥയിൽ ഞാൻ പ്രതികരിക്കുകയാണെങ്കിൽ എന്നെ തീർച്ചയായും അവൻ കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ അൻഷിഫ് എല്ലാം കണ്ടും കേട്ടും അതാ കണ്ണടച്ച് അവൻ കിടക്കുകയാണ്, ഒന്നും അറിയാത്തവനെ പോലെ. ഇൻഷാ അല്ലാഹ് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. എന്തായിരിക്കും ഇനി അൻഷിഫിൻ്റെ തീരുമാനങ്ങൾ? അൻഷിഫ് ഇത്രക്കും ചതിയനായൊരു കൂട്ടുകാരനെ കിട്ടിയതിൽ വളരെയധികം ടെൻഷനിലായിരുന്നു. എന്നാൽ ഒന്നും അറിയാത്ത പോലെ അവൻ കിടക്കുന്നു. എന്തൊക്കെ തന്നെയായാലും ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ കുറേ കണ്ടു. ആ ഹോസ്പിറ്റലിൽ എന്താ വേറെ ഡോക്ടേഴ്സ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടോ. ഇങ്ങനെയൊക്കെ എത്രയോ കഥകളൊക്കെ ഉണ്ട്. കാരണം ഡോക്ടർമാർ എല്ലാവരും അത്ര നല്ലതാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അതൊക്കെ പല കളികളിലും പല രീതിയിലും പല ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടെന്നും കേട്ടതുമാണ്. എല്ലാവരും ഒരിക്കലും നല്ലതാണെന്നില്ല. ഇങ്ങനെയുള്ള ക്രിമിനൽ ഡോക്ടർമാരും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ലോകത്ത്. എന്തൊക്കെ തന്നെയായാലും നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.